ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ട്രീ ലൈറ്റ് ഇട്ടത് ഞങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ബ്ലോക്കുകളാണ് ഈ കാണുന്നത്. നേവൽ ബേസ് തുടങ്ങി തന്നെ ബ്ലോക്കായിരുന്നു. ഞങ്ങളൊരു ശനിയാഴ്ചയാണ് പോയത്. അവിടെ നിന്നേ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ മൊത്തം നല്ല ബ്ലോക്ക് ഉണ്ട്. പിന്നെ ബൈക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ഞൊഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി. നമ്മുടെ വെളി ഗ്രൗണ്ടിൽ, ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ് ട്രീ ലൈറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ ആ പോണ വഴിക്ക് പള്ളത്തുരാമൻ ഗ്രൗണ്ടാണ് കണ്ടത്. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫോർട്ട് കൊച്ചി വെളിയിൽ 2 പപ്പാനികൾ ഈ പ്രാവശ്യം കണ്ടായിരുന്നു. ഈ പപ്പാനിയാണ് കത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുമ്പോഴും നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിനെയാണ് കത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്യാവശ്യം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ നല്ല തിരക്കുകളുണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ ഗ്രൗണ്ടിലും ഓരോ ദിവസം ഓരോ പ്രോഗ്രാമുകൾ നടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ദിവസം ഒരു ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ ഇത് കാണാൻ വേണ്ടി മാത്രം ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുമുണ്ട്. പിന്നെ ഇതേപോലെ കുറേ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും, പിന്നെ അവിടെ ഒരു പപ്പാനി ഉണ്ടായിരുന്നു, എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് തിരിച്ച് ഞങ്ങൾ ചുള്ളിക്കപ്പള്ളിയിൽ കയറി. അവിടെ ഇതേപോലെ നല്ല പുൽക്കോടും ട്രീയും എല്ലാം വെച്ചേക്കുന്നത് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ കണ്ടതാണ്. അപ്പോൾ പോണ വഴിക്ക് ജസ്റ്റ് അതും കൂടെ കണ്ടപ്പോൾ അവിടെയും കൂടെ നിർത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളിയായിട്ടെല്ലാം ചെയ്തിട്ടുമുണ്ട്. ട്രീ ആണെങ്കിലും അവിടെയുള്ള ഡെക്കറേഷൻസ് ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് എടപ്പള്ളിയിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എടപ്പള്ളി പള്ളിയിലും കുറേ ഡെക്കറേഷൻസൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയും അങ്ങോട്ടേക്ക് പോകാനുള്ളതാണ്. അവിടെയും നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഈ സമയത്തൊക്കെ എല്ലാ സ്ഥലങ്ങളും കാണാൻ എല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ പൊതുവേ എല്ലായിടത്തും ബ്ലോക്കായിരിക്കും. അപ്പോൾ അത് പ്രതീക്ഷിച്ച് തന്നെ പോയാൽ മതി. പിന്നെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് യൂണിറ്റ് വൈസായിട്ട് ഓരോ യൂണിറ്റിൻ്റെ ആണോ അല്ലെങ്കിൽ ബ്ലോക്കാണോ എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെതായ പുൽക്കൂട് മത്സരം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ അങ്ങനെ കുറേ എല്ലായിടത്തും ഓരോ പുൽക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കണ്ടു. ഓരോ പുൽക്കൂടുകളും ഓരോ വെറൈറ്റി ആയിട്ട് ഓരോരുത്തർ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ഈ സ്റ്റാർ കറങ്ങുന്നുണ്ടായിരുന്നില്ല. കറങ്ങുന്ന വീഡിയോ ആണ് ഞാൻ പൊതുവേ കണ്ടത്, പക്ഷേ ഇത് കറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു ട്രിക്ക് കണ്ടതാണ്, ലൈറ്റ് കുറച്ചിട്ട് കൂട്ടി നോക്കുന്നു. അത് ഞാൻ ജസ്റ്റ് അവിടെ വെച്ചിട്ടൊന്ന് പരീക്ഷിച്ചു കൂടെ നോക്കിയതാണ്. എനിക്കിഷ്ടപ്പെട്ടത് നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ ഇതേപോലെ കൊച്ചിയിലും എടപ്പള്ളിയിലൊക്കെ കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ പോവുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.